CPM കണക്ക് കൂട്ടുകയാണ് കേരളത്തിൽ. അവരുടെ സെക്രട്ടേറിയറ്റ് കഴിയുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ കണക്ക് കൂട്ടുന്നു, അതേപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ കണക്ക് കൂട്ടലെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി വന്ന് അവിടുത്തെ PB മെമ്പേഴ്സ് ഉൾപ്പെടെയാണ് AKG സെൻറ്ററിൽ ഇരുന്ന് കണക്ക് കൂട്ടുന്നത്. എന്ത് സംഭവിച്ചു? 2024 ഇലക്ഷനിൽ CPMന് കിട്ടിയ അടി എന്താണ്? ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ പറയുന്നതിനൊക്കെ വളരെ മുമ്പായിട്ട് ഏകദേശം 6-7 മാസം മുമ്പ് ഞാൻ പറയുന്നുണ്ട്, CPMൻ്റെ ന്യൂനപക്ഷമായ മുസ്ലിം പ്രീണനം ഇത് CPMന് ഉത്തരം കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പുറത്ത് അത് പോളറൈസ് ചെയ്ത് പ്രീണനം ഉണ്ടായപ്പോൾ, ഇൻക്ലൂഡിങ് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ തന്നെ കാരണമുണ്ട്. ഇപ്പം പാലസ്തീന് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി മാറി നിൽക്കുകയില്ല, എല്ലാവരും പാലസ്തീന് പിന്തുണ കൊടുക്കും. പക്ഷെ CPM കൊടുത്ത പിന്തുണ പാലസ്തീനല്ല പിന്തുണ കൊടുത്തേക്കുന്ന ഐക്യദാർഢ്യം. അവർ പിന്തുണ കൊടുത്ത് ഏറ്റവും വലിയ ടെറർ സംഘടനയായ ഹമാസിനാണ് പിന്തുണ കൊടുത്തത്. അതാണ് ആ പ്രീണനത്തിൻ്റെ ആ ഇഷ്യൂ എന്ന് പറയുന്നത്. അതേപോലെ സമസ്തയുമായിട്ടുള്ള പ്രീണനം, മുസ്ലിം ലീഗിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പ്രീണനം. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ AM ഷംസീർ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് കേട്ടോ നിങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, മതപുസ്തകങ്ങളിൽ പറയുന്ന പലതും പൊട്ടത്തരമാണ്, വിഡ്ഢിത്തരം, എല്ലാവർക്കും അറിയാം. ഇപ്പം ക്രൈസ്തവനായി എനിക്കും അറിയാം, എൻ്റെ ക്രൈസ്തവ പുസ്തകങ്ങളിൽ പലതും പറയുന്നത് വിഡ്ഢിത്തരമാണെന്നറിയാം. ഹൈന്ദവർക്കും അറിയാം വിഡ്ഢിത്തരമാണ്. പക്ഷേ ഷംസീർ പറഞ്ഞൊരു സംഭവമുണ്ട്, ഗണപതി പൂജ, ഗണപതി സംഭവം മുഴുവനും കപടതയാണ്, കള്ളത്തരമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇസ്ലാം എന്ന് പറയുന്ന വലിയ സംഭവമാണ്. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ജനങ്ങൾ, ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി, CPMനെ വിശ്വസിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഈഴവ ദളിത് കമ്മ്യൂണിറ്റികൾ ഇത് വെറുതെ വിടുവോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ ശബരിമല ഇഷ്യൂവായിട്ട് 2019 അന്ന് ഞാനിതിനെപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ BJPക്കാരെക്കാളും RSSകാരെക്കാളും കോൺഗ്രസ്സുകാരെക്കാളും ഏറ്റവും കൂടുതൽ ആൾ ശബരിമലയിൽ പോകുന്നത് CPMൻ്റെ സഖാക്കളാണ്. 40 ദിവസം വ്രതമൊക്കെ എടുത്ത് പോകും. കാരണം ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പത്തനാപുരംകാരനാണ്. കാരണം അവിടെയുള്ള സഖാക്കന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ആകെ പോകുന്ന ഒരു സംഭവം ശബരിമലയാണ്. ഈ ശബരിമലയിൽ കയറി കുളമാക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കുക, ഉറപ്പായിട്ട് സഖാക്കൾ മാറി നിന്നില്ല, അവർ പ്രതികരിച്ചു. അപ്പം എത്രയോ സഖാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ കാണിച്ച ഏറ്റവും വൃത്തികേടാണെന്ന് പച്ചത്തെറി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് റിയാസിനെ വെച്ചുള്ള പ്രീണനം ഒരു ഭാഗത്ത്, മുസ്ലിം കമ്മ്യൂണിറ്റിക്കൊരു പ്രീണനം മറുഭാഗത്ത്. ആലോചിച്ച് നോക്കുക, എവിടുന്ന് എങ്ങോട്ട് പോയി CPM എന്ന് പറയുന്ന നേതാക്കൾ, അതായത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ കൺട്രോൾ ചെയ്യുന്ന കണ്ണൂർ, അവിടെയുള്ള സഖാക്കളുടെ ധാരണ കേരളത്തിലുള്ള മറ്റുള്ള ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ്, അവർ ഭയങ്കര മിടുക്കന്മാരാണ്. ഇതാണ് അവരുടെ ധാരണ വെച്ചുകൊണ്ടിരുന്നത്. കാരണം കണ്ണൂർ സഖാക്കളാണ് കേരളം ഭരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ 2024 ഇലക്ഷനൊക്കെ വളരെ മുമ്പ് തന്നെ കേരളത്തിലെ പല CPMൻ്റെ സഖാക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഒരു എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി, അപ്പം എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം അദ്ദേഹം വീട്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു പോയിൻ്റുണ്ട്. ഇപ്പം നമ്മളിപ്പം മോദിയെ എതിർക്കുന്നു, നമ്മളും എതിർക്കുന്നുണ്ട്, കാരണം പാർട്ടിയുടെ നിലപാടാണ്. പക്ഷെ ഒരു കാര്യമില്ലാതെ മോദിക്ക് എതിരെ എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനരഹിതമായിട്ട് ചാണകമാണ്, മോദി കൊലപാതകയാണ് എന്ന് പറഞ്ഞ് എതിർത്താൽ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ നോക്കിക്കാണുന്ന സഖാക്കളുണ്ട്. അത് CPMൻ്റെ കണ്ണൂർ സഖാക്കളങ്ങ് മറന്നുപോയി. കാരണം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അവർക്ക് പ്രശ്നമാണ്, കാശ്മീർ അവർക്ക് പ്രശ്നം. കാരണം ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. പലരും ഇവരുടെ കുടുംബത്തിൽ നിന്ന് പല ആൾക്കാർ ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ, എങ്ങനെയാണ് മോദി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ നാഷണൽ ഇൻറ്റഗ്രിറ്റി ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണ് ഈ രാജ്യം ഓരോ പടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എത്രയോ സഖാക്കൾ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. വളരെ കാര്യകാരണ സഭത. എന്തുകൊണ്ടാണ്? അവർക്ക് പാർട്ടിക്കാരാണ്, പാർട്ടി കേഡേഴ്സാണ്. പക്ഷെ പല കാര്യത്തിലും മോദി എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഈ സഖാക്കളുടെ ഇടയിലോട്ട് പെനട്രേറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കണക്കുണ്ട്. 2019 BJPക്ക് കേരളത്തിൽ കിട്ടിയതിൻ്റെ ഹിന്ദു വോട്ട് അത് മാക്സിമം വോട്ടാണ്, കാരണം ശബരിമല ഇഷ്യൂ. പക്ഷേ 2024 അവർക്ക് 20% വോട്ടിംഗ് ഷെയർ വരിക. അതിൻ്റെ നമ്മൾ 3 കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുക: ആലത്തൂര്, ആലപ്പുഴ, ആറ്റിങ്ങൽ. ഇവിടെയുള്ള ഈഴവ ദളിത് വോട്ടുകൾ, അതായത് CPM അനുകൂല വോട്ടുകൾ നമുക്കറിയാം. അവർ ചെയ്താൽ ഇത്ര പെർസെൻറ്റേജ് ചെയ്യുകയുള്ളൂ BJPക്ക്. പക്ഷേ CPMൻ്റെ കേഡർ വോട്ടുകൾ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, കേഡർ വോട്ടുകൾ BJPക്ക് വോട്ട് ചെയ്തു. അതായത് BJPക്ക് അത് പോൾ ചെയ്തു. ഇതൊരു ഭയങ്കര ഷിഫ്റ്റാണ് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രീണനം. അതായത് പിണറായി വിജയനും മരുമകൻ റിയാസും ഷംസീറും പിന്നെ കുറച്ച് ഈ സുഡാപ്പി സഖാക്കൾ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പോരാളി ഷാജിയെ പറ്റി പറയുന്നു MB ജയരാജൻ. ഈ പോരാളി ഷാജിക്കകത്ത് അതിനെപ്പറ്റി ഒരു CPMൻ്റെ സീനിയർ സഖാവ്, സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരാൾ എന്നോട് ഫോണിൽ പറഞ്ഞത്, ഇതിനകത്ത് ഹിന്ദു പേരുകളിൽ പോരാളി ഷാജിക്കകത്തുള്ളത് നല്ലൊരു വിഭാഗം സുഡാപ്പികളാണ്. ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം SDP നിന്നും ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ വന്ന് ഹിന്ദു പേരിട്ടിട്ട് ഇതിനകത്തിരുന്ന് 24 മണിക്കൂറും മോദിയെ ചാണകം, മോദി ഗീതി എന്നൊക്കെ വിളിച്ചു പറയാണ്. അതിലൊരു സഖാവ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം CPMനെ പിന്തുണയ്ക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അതിനകത്ത് പേരെടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു കനേഡിയൻ മാക്രി. ആ തള്ള എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇത് പാർട്ടിയുടെ ലൈനൊന്നുമല്ല, ഈ വാക്കാണ് ഉപയോഗിച്ചത്. അപ്പം മനസ്സിലാക്കേണ്ടൊരു പോയിന്റ് ഉണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഈഴവ കമ്മ്യൂണിറ്റി, അതായത് ദളിത് കമ്മ്യൂണിറ്റി, അവരുടെ വോട്ട് ബാങ്കിൽ മാത്രമാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആര് കൈവിട്ടാലും അവരെ കൈവിടാത്ത ഒരു വോട്ട് ബാങ്കായിരുന്നു ഈഴവ ദളിത് കമ്മ്യൂണിറ്റി. കാരണം പാർട്ടി കേഡേഴ്സ്, അതായത് പാർട്ടി മെമ്പേഴ്സ്, അവർ മാറ്റി വോട്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ CPMൻ്റെ പോക്ക് ബംഗാൾ പോലെ ആകാൻ പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് CPMൻ്റെ കോട്ടയാണ്. അവിടെ മറ്റേ കരീം എന്ന് പറഞ്ഞ കേന്ദ്ര കമ്മിറ്റി സഖാവ് തോൽക്കുന്ന 1.5 ലക്ഷം വോട്ടിനാണ്. അപ്പോൾ 1.5 ലക്ഷം വോട്ടെന്ന് പറയുന്നത്, അപ്പം ആരൊക്കെയാണ് വോട്ട് ചെയ്തേക്കുന്നത് പോയിൻ്റാണ്. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളെ കൺസോളിഡേറ്റ് ചെയ്ത് CPMൻ്റെ സഖാക്കൾ പോലും കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്തു, കാരണം മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി. അപ്പം അങ്ങനൊരു പോളറൈസേഷൻ, അതാണ് പറഞ്ഞത്, മതപരമായുള്ള രീതിയിലോ ചിന്താഗതിയിലോട്ട് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ മാറ്റിയതിൻ്റെ കാരണം വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് റിലീജിയസ് ആയിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ 2024 ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണക്കാർ CPMും CPMൻ്റെ നേതാക്കളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിക്കുവാണെങ്കിൽ പലതും പഠിക്കേണ്ടി വരും. പാലക്കാട് ഇവിടെ വിജയരാഘവൻ ഇത്രയും വോട്ടിന് തോൽക്കാനുണ്ടായ കാരണം എന്താ? ആലോചിച്ച് നോക്കണം. പലയിടത്തും BJPയുടെ വോട്ടിംഗ് ഷെയർ കൂടി. അതിൻ്റെ കാരണം എന്താ? ഏതായാലും മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യത്തില്ല. ക്രൈസ്തവർ, ഞാൻ നേരത്തെ പറഞ്ഞു, താമരയ്ക്ക് വോട്ട് ചെയ്യും. ആ രീതിയിലോട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ സഖാക്കളായി ഈഴവരും ദളിത് കമ്മ്യൂണിറ്റിയും CPMനെ കൈവിടാൻ പോവുകയാണ്. പറഞ്ഞു വരുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് പിണറായി വിജയൻ മാറിയിട്ട് വേറെ കഴിവുള്ള നേതാക്കൾ വന്നില്ല എങ്കിൽ, ഞാൻ പറയുന്ന ഈ 2.5 വർഷമല്ല, 5 വർഷം, കാര്യമായ രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടി അവരാലോചിച്ച് തീരുമാനമെടുത്തില്ല എങ്കിൽ ഇത് ബംഗാളിനേക്കാളും കഷ്ടമായിട്ട് കേരളത്തിൽ CPM ഉണ്ടാകും. ഇതിൻ്റെ പൂർണ്ണമായ അഡ്വാൻറ്റേജ്
BJP എടുക്കും. ഇനി പറഞ്ഞു നിർത്താവുന്ന പോയിന്റുണ്ട്. BJPക്ക് ലോക്കൽ മുഖങ്ങൾ വേണം. അതിനകത്ത് അവർ ലിബറലായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ കൊണ്ടുവന്ന് ദേശീയതയും അന്തർദേശീയതയും കേരളത്തിൻ്റെ പുരോഗതിയുമാണ് അവർ മുന്നോട്ട് വെക്കേണ്ട അജണ്ട എന്ന് പറയുന്നത്. ഈ അജണ്ടയിൽ കേരളത്തിലോട്ട് BJPക്ക് ഇവിടെ വ്യക്തവും ശക്തവുമായ സ്വാധീനമുണ്ടാകും.